ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാഷ്മി, വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ചേഞ്ചസ് എന്തൊക്കെയാണ് അല്ലെ? ഇത്തവണത്തെ എക്സൈറ്റിംഗ് ഒരു കമന്ററി ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ മാറ്റങ്ങൾ ഇത്തവണ? ഇന്ന് രാവിലെ ആർക്കെ പറയുന്നത് ഡൽഹിയുടെ ആകാശത്ത് പടപടാ ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദമാണ്. അപ്പോൾ എന്താണ് ദിൽ ധടക് ധടക് സെ ജായരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പാണ്. അത് നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, സ്ഥാനാർത്ഥികൾക്കും. നമ്മൾ എത്ര വിജയുടെ പറഞ്ഞ ടെൻഷൻ ഒന്നുമില്ല, ടെൻഷനുണ്ട്, നല്ല പിരിമുറുക്കമുണ്ട്. അതൊരു ജനാധിപത്യവാദ ടെൻഷൻ ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ചങ്കിടിപ്പിനൊപ്പം നമ്മൾ നിൽക്കുന്നു. ഇത് അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് അല്ലേ? നമുക്ക് അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഹാഷ്മി പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്? നമ്മളൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അതിനെ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറഞ്ഞത് ഒരു 70 ജേർണലിസ്റ്റുകളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നോൺ മലയാളികളായിട്ടുള്ള നമ്മുടെ ഡൽഹിയിലുള്ള പഴയ സൗഹൃദം, ഒഡീഷയിലുള്ള, ആന്ധ്രയിലുള്ള ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പറയുന്ന ഗ്രൗണ്ടിലെ ഫീൽ അനുസരിച്ചുള്ള എക്സിറ്റ് പോൾ അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ ഡി അധികാരത്തിലേക്ക് എത്തുമെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇത്ര ഭീകരമായി 400 പാർ എന്ന് പറയുന്ന വലിയ ശതമാനത്തിലേക്ക് എത്തുമെന്ന് ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അറിയില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും അതുപോലെ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫീൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ 400 പാറിലേക്ക് എത്തുമെന്ന് BJP-യോട് ഭയങ്കര അനുകൂലമായി നിൽക്കുന്ന RSS പ്രവർത്തകർ അല്ലെങ്കിൽ സംഘത്തിന്റെ സജീവ പ്രവർത്തകരൊക്കെ, മാധ്യമപ്രവർത്തകരൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവർ പോലും പറയാത്തൊരു കണക്കാണ് എക്സിറ്റ് പോളിൽ 400 പാർ എന്ന് പറയുന്ന 3 എക്സിറ്റ് പോൾ 400 പാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ കഴിയാത്ത, അവിടുത്തെ ജേർണലിസ്റ്റുകൾക്ക് സെൻസ് ചെയ്യാൻ കഴിയാത്ത എന്തോ കടുത്ത അടിയൊഴുക്ക് അവിടെയൊക്കെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇത് ശരിയാവുകയാണെങ്കിൽ ഇനി തെറ്റാവുകയാണോ എന്നുള്ളതാണ് അടുത്ത നമുക്ക് അറിയാവുന്നത്. രാജ്യം ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിധി എഴുത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനാണ് ഏറ്റവും പ്രഥമ സ്ഥാനമുള്ളത്. അപ്പോൾ ഉറപ്പായും എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകൾ ആവാത്ത ഒരുപടി സാഹചര്യങ്ങൾ എന്തായാലും ഉണ്ട്. 2004 അടക്കം ഒരുപടി. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം, ഛത്തീസ്ഗഡ് അടക്കം, മധ്യപ്രദേശ് അടക്കം ഒരുപാട് ഇലക്ഷനിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ട്. പക്ഷേ ഏതായാലും നമ്മൾ കാണുന്നത് അത് ചില സൂചനകൾ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, നമുക്ക് പ്രേക്ഷകരോട് പറയാൻ നമ്മുടെ ഈ മാജിക് സ്ക്രീൻ തന്നെയാണ് പ്രധാനം. മാജിക് സ്ക്രീൻ നോക്കൂ, വളരെ ഒരു കൺഫ്യൂഷനും ടെൻഷനും ഇല്ലാതെ ഏറ്റവും മുകളിലത്തെ ടാലിയിലേക്ക് നോക്കിയാൽ ലോക്സഭയിൽ 543 NDAക്ക് എത്ര, ഇന്ത്യക്ക് എത്ര, മറ്റുള്ളവർക്ക് എത്ര കൃത്യം അറിയാൻ കഴിയുന്നു. തൊട്ടു താഴെ കേരളത്തിൽ UDF എത്ര, LDF എത്ര, NDAക്ക് എത്ര അറിയാൻ കഴിയുന്നു. അതിന് താഴെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ഇനി എന്താണ് മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കണമെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ മതി, അവിടെ കൃത്യമായി ഉണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഇല്ല. അക്കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവണ്ട. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് മാജിക് സ്ക്രീൻ. പിന്നൊപ്പം ഗോപി വിജയകുമാർ, നമ്മുടെ ഈ പറയുന്ന 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ടീം, നമ്മുടെ റിപ്പോർട്ടിംഗ് ടീം, അത് മാജിക് ടീമാണ്. അപ്പൊ മാജിക് സ്ക്രീൻ, മാജിക് ടീം, വേണമെങ്കിൽ മാജിക് 3 എന്നോട് പറയാല്ലേ. നമ്മുടെ റിപ്പോർട്ടിംഗ് സൈന്യം റെഡിയാണ്. പട്ടാളം സജ്ജമാണ്. ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ മാജിക് 3 എന്ന് പറഞ്ഞായിരുന്നു. ഇതിൽ നമ്മുടെ ഈ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം എന്ന് നമ്മൾ പറയുന്നത് പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട മുഴുവൻ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്ത് നിന്ന് എന്താണ് അവിടുത്തെ നാഡീ സ്പന്ദനം, രാഷ്ട്രീയ സ്പന്ദനം എന്താണ് എന്ന് നേരിട്ട് അറിയിക്കാൻ നമ്മളുടെ സേന അവിടെ സജ്ജമാണ്. അവരെ മുഴുവൻ നമുക്ക് കാണാം. എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പല സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുകയാണ്, മണ്ഡലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരിലേക്കും എത്തും. മുഴുവൻ വിവരങ്ങളും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മൾ തയ്യാറാണ്. നമ്മുടെ സ്ക്രീൻ സജ്ജമാണ്. ഇനി കൗണ്ടിംഗ് സെന്ററുകൾ സജ്ജമായാൽ മതി. അത് സജ്ജമാണ് കേട്ടോ, സജ്ജമായിട്ടല്ല, സജ്ജമാണ്. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അതെ അതെ, നമ്മൾ എണ്ണുന്നില്ല, അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക്. അതെ, അതുകൊണ്ട് ആ ജോലി അവിടെ വൃത്തിയായി ചെയ്തോളും. ഞങ്ങൾ അത് ഗംഭീരമായി പ്രേക്ഷകർ